ബാ നമുക്ക് ഇന്ന് ബിരിയാണിക്കും നെയ്ച്ചോറിനുമൊക്കെ പറ്റിയ ഒരച്ചാറുണ്ടാക്കാം. അച്ചാറെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും മാങ്ങാച്ചാർ, ഡേറ്റ്സ് അച്ചാർ, നാരങ്ങാച്ചാർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതൊന്നുമല്ല, ബീട്രൂട്ടും ക്യാരറ്റും. നാട്ടിലായിരുന്നപ്പോൾ, അതായത് എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്ന സമയത്ത്, എൻ്റെ അച്ഛൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഒത്തിരി അച്ചാർ വീട്ടിലിടുമായിരുന്നു. പക്ഷേ അമ്മച്ചി ഇടുന്ന അച്ചാറിൻ്റെ ഒരു ടേസ്റ്റൊന്നും ഇപ്പോൾ കിട്ടാറില്ല. എൻ്റെ അമ്മച്ചി ഞാൻ ചെറുപ്പത്തിലാട്ടോ, എനിക്ക് ആ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ചെറുതിൽ കഴിച്ച അതിൻ്റെ ടേസ്റ്റൊന്നും ഇപ്പോൾ എനിക്ക് എനിക്ക് ആരുണ്ടാക്കിയിട്ടും, ഇപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കിയാൽ പോലും ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷേ ഇത് അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, ഇത് കൊള്ളായിരുന്നു. പിന്നെ അമ്മച്ചി ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ്. നമ്മൾ പക്ഷെ നല്ലെണ്ണ അവൈലബിൾ അല്ലാത്തത് കൊണ്ടും നല്ലെണ്ണയും വേപ്പിലയും എനിക്ക് അവൈലബിൾ അല്ല, അതുകൊണ്ട് അത് രണ്ടും ഞാൻ ഇതിനകത്ത് മിസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഏകദേശം കൊള്ളായിരുന്നു. ഞാൻ ഇതിനകത്ത് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞൊന്നും തരുന്നില്ല, നോക്കിക്കോ. ഞാൻ ആ സമയത്ത് എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന അച്ചാറിൻ്റെ കാര്യം പറയാം. ചെറുപ്പത്തിൽ നമ്മൾ പിള്ളേരൊക്കെ വെക്കേഷന് വീട്ടിൽ വരുമ്പോഴേക്കെ എൻ്റെ അമ്മച്ചി ഇങ്ങനെ കുറേ കുപ്പി കണക്കിന് അച്ചാർ ഉണ്ടാക്കി വയ്ക്കും. ആ വെക്കേഷൻ തീരുന്നതോടുകൂടെ അത് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടാവും. പക്ഷേ വീണ്ടും എൻ്റെ അമ്മച്ചി റീസ്റ്റോക്ക് ചെയ്യാറുണ്ട്. എനിക്കറിയില്ല ഇത്രയും അച്ചാറിടാൻ അമ്മച്ചിക്ക് എവിടെയാണ് ടൈമെന്ന്. മാതിരി അച്ചാറിടുമായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ ഞാൻ അച്ചാർ കഴിക്കുകയും ചെയ്യായിരുന്നു. കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അച്ചാർ അധികം കഴിക്കുന്നത് നല്ലതല്ല, അങ്ങനെയാണ് അച്ചാർ കഴിക്കുന്നത് നിർത്തിയത്. പക്ഷേ സംഭവം അടിപൊളിയാണ്. ശരിക്കും ഈ അച്ചാറൊക്കെ ഒരു നൊസ്റ്റാൾജിയ അല്ലേ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വെക്കേഷൻ ടൈം, ഒരു 4th 5th സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ ഒരു 10th സ്റ്റാൻഡേർഡിലെ വെക്കേഷൻ ടൈമൊക്കെ എനിക്ക് ഓർമ്മ വന്നു. എന്നുവെച്ചാൽ ആ സമയത്ത് എൻ്റെ വീട്ടിൽ എല്ലാവരും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ കുറേ ഗെയിംസ്, അതേപോലെ ഇൻഡോർ ഗെയിംസ് അല്ല കൂടുതൽ, ആ സമയത്ത് എല്ലാവരും ഔട്ട്ഡോർ ഗെയിംസൊക്കെ കളിച്ച് വളർന്നൊരു പ്രായം. അതൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് മിസ് ചെയ്യുന്ന പോലെ തോന്നി. ഈ അച്ചാർ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അത് കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പോലും അതൊക്കെയായിരുന്നു എൻ്റെ തലയിലുണ്ടായിരുന്നത്. സംഭവം അടിപൊളിയാണ്. ഞാൻ അടിപൊളിയാന്ന് വെറുതെ പറയല്ല, കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ നന്ദു അച്ചാർ കഴിക്കാറില്ല. പക്ഷേ ആ നന്ദു വരെ അച്ചാർ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു അടിപൊളിയാണെന്നുള്ളത്. ഞാൻ ഇതിനിടയ്ക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നുമല്ല, ഈ ബീട്രൂട്ടിനൊരു മധുരമുണ്ട്, അതൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കുമ്പോഴാണെങ്കിലും ആ ഒരു മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും, മത്താവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടാൽ പറയാണ്ട് പോവരുത്. മൂടി വെച്ച് വേവിച്ചാൽ വേഗം സെറ്റാവുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി മൂടി വെച്ചാൽ മതി. സംഭവം തീർന്നു. വളരെ സിമ്പിളാണ്. ഞാനൊരു 30 മിനിറ്റ്സ് പോലും എടുത്തില്ല. അതിന് മുന്നേ തന്നെ സംഭവം അടിപൊളിയായിരുന്നു. കണ്ടു നോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ട്രൈ ചെയ്യണം. ബൈ.